എന്തായാലും ആന്തൂറിയും ഇങ്ങനെ ഇരിക്കട്ടെ. കാരണം ഇത് നമ്മൾ അടിപൊളിയായിട്ട് നട്ടു കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിക്കേണ്ടതൊക്കെ നമുക്ക് ലാസ്റ്റ് ഒഴിക്കാം. അപ്പോൾ ബാക്കി കുറച്ചുകൂടി പോട്ടികളും ഉണ്ട്. അതേപോലെ തന്നെ പോട്ടി മിക്സിൽ കുറച്ച് അധികം എടുക്കാൻ കാരണം വേറെ നല്ലതാണ്. നമുക്ക് കുറച്ചുകൂടി ഇതേപോലെ റീപ്ലാന്റ് ചെയ്യാൻ ഭാഗമായിട്ട് കുറച്ച് പ്ലാന്റ് കൂടി ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. അപ്പോൾ അതുകൂടി ഒന്ന് നമുക്ക് കറക്റ്റായിട്ട് റീപ്ലാന്റ് ചെയ്യേണ്ട ഒരു ടൈമായിട്ട്. അപ്പോൾ ഇനി അതുകൂടി ഒന്ന് ചെയ്യാം. അപ്പോൾ ആന്തൂരി നമുക്ക് കുറച്ചുകൂടി ചെയ്യേണ്ട. അപ്പോൾ എന്തായാലും അത് നമുക്ക് വഴിയേ ചെയ്യാം. അപ്പോൾ എന്തായാലും ഒരെണ്ണം നമ്മൾ സക്സസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ലെവലിൽ നമ്മൾ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു പ്ലാന്റ് ആണേ. അപ്പോൾ ഇതും കുറേ വർഷമായിട്ട് നമ്മുടെ കൂടെ കൂടിയിട്ട് ഓക്കെ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് മണ്ണിലും അതേപോലെ ഇതുപോലത്തെ പോട്ടുകളൊക്കെ വെച്ച് കൊടുക്കുന്നത് നല്ലത്. അപ്പോൾ ഈ പോട്ടിൻ്റെ അവസ്ഥയും കുറച്ച് ഷോക്കായിട്ട് നോക്കി. പോട്ടൊക്കെ നന്നായിട്ട് തന്നെ കുറേ വർഷം പഴക്കമുള്ളതുകൊണ്ട് തന്നെ ഒരു പോട്ടൊക്കെ നന്നായിട്ട് ഡാമേജ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു പോട്ടി നമുക്കിനി മാറ്റാം. നോക്കി നിറച്ച് വേരുകളാട്ടോ. ആ താഴേക്കൊക്കെ നന്നായിട്ടാട്ടോ വേര് വന്നിട്ടുള്ളത്. ചെറിയ ചെറിയ നാര് വേരുകളൊക്കെ ആയിട്ട് ആ ഒരു പോട്ടിൻ്റെ അടിയിലത്തെ ഒരു അവസ്ഥയാട്ടോ. നോക്കി നന്നായിട്ടൊക്കെ നമ്മൾ ആ ഒരു വെച്ച് കൊടുത്ത ഭാഗത്ത് ആ ഒരു കറക്റ്റ് ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ പരന്നിട്ടാട്ടോ ചെറിയ ചെറിയ വേരുകളൊക്കെ വന്ന് നോക്കി. ചെറുതും വലുതായിട്ട് ഒത്തിരി വേരുണ്ട് കേട്ടോ. അപ്പോൾ ഈ വേരിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ വളർത്തിറങ്ങിയിട്ട് ഒരു പോട്ടും നന്നായിട്ട് പൊട്ടിയൊരു അവസ്ഥയിലായിട്ട്. അപ്പോൾ ഇത് നമുക്കിനി മാറ്റി കൊടുക്കാം. അത് ചുറ്റും വേരുകളാട്ടോ. ഇതിലും ഉണ്ട് കേട്ടോ നമുക്ക് ചെറിയ ചെറിയ പ്ലാന്റ്സ് ഒക്കെ നടാനായിട്ടുള്ള പ്ലാന്റ്സുകൾ. നോക്കി ഈ ഒരു ഭാഗത്തൊക്കെ കണ്ടോ ചെറിയ പ്ലാന്റുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ പറിച്ച് നമുക്ക് നട്ടു കൊടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഈ പ്ലാന്റ് നമുക്ക് ഇതിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നോക്കി ചെറിയ ചെറിയ പ്ലാന്റുകൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ട് കേട്ടോ. ഒത്തിരി ഉണ്ട്. നമുക്ക് ഇതിന്ന് അടർത്തി എടുത്തു എന്ന് വെച്ചിട്ട് ഈ ഒരു പ്ലാന്റിന് അങ്ങനെ നാശമോ കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. വേരോട് കൂടി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ചെറിയ ചെറിയ പ്ലാന്റ്സിൽ ഒത്തിരി ഉണ്ട് കേട്ടോ നമുക്കിത് പറിച്ച് നടാനൊക്കെ ആയിട്ട്. ഇപ്പം എന്തായാലും നമുക്ക് ഈ ഒരു പോട്ടൊന്ന് മാറ്റി ഇതിന് സേഫായിട്ട് നമുക്കിതിനെ പുറത്തെടുക്കാം. നമ്മളിപ്പോൾ എടുത്തതിനേക്കാളും കുറച്ചുകൂടി സൈസ് കുറഞ്ഞൊരു പോട്ടിലാട്ടോ നമ്മളിപ്പോൾ കട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത്രയും വർഷമായി മാത്രമല്ല ഇതൊക്കെ നമ്മൾ ഒരുപാട് പ്ലാന്റുകളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടല്ലോ. ഇത് നമ്മളൊരു മദർ പ്ലാന്റ് തന്നെയാണ്. നോക്കി ഈ ഒരു പാത്രത്തിൻ്റെ ഒരു അടിഭാഗം എനിക്ക് പൊട്ടിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഫുള്ളായിട്ട് തന്നെ വേര് വളർന്നിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഒരു പോട്ടിൻ്റെ ഷേപ്പിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പോട്ടിൻ്റെ ആ ഒരു അടിഭാഗം മാത്രം നമുക്കിനി കട്ട് ചെയ്ത് മാറ്റാനുള്ളൂ. ബാക്കി ഫുള്ള് നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ സെറ്റായിട്ടിരിക്കുകയാണ്. വേരുകൾ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ പോട്ടിൽ നട്ടിലേക്ക് സേഫ് ആട്ടോ. അത്രയും സേഫ് ആയിട്ട് വേരുകൾ കൊണ്ട് ഇങ്ങനെ ചുറ്റി വലിഞ്ഞിരിക്കുന്നത്. നോക്കി ചെറുതും വലുതായിട്ട് നോക്കി. ഇതൊക്കെ ചെറിയ ചെറിയ വേരുകളാട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വേരുകൾ. നമുക്ക് എന്തായാലും അടിയത്തെ ആ ഒരു ഭാഗം കൂടി ഒന്ന് എടുക്കാം. അടിയിലേക്ക് ഫുള്ള് നാല് വേരുകളാണ്. എനിക്ക് ഈ നാരുകൾ കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞിട്ടാട്ടോ ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ ഉള്ളത്. ചുറ്റും ഈ ഒരു ലെവലിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു പ്ലാന്റ് ആയാലും നമ്മൾ നട്ടു കൊടുക്കുന്ന ടൈമിൽ നന്നായിട്ട് ചകിരിച്ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നനയൊക്കെ കൊടുക്കുന്നതിനനുസരിച്ച് ആ ഒരു ചകിരിച്ചോറിന്നൊക്കെ ഇങ്ങനെ വെറ്റ്കാടൻ്റെയൊക്കെ വന്നിട്ട് നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ മൊത്തത്തിൽ. ഈ ഒരു മേൽഭാഗം വരെ നന്നായിട്ടാട്ടോ ആ ഒരു വേരുകൾ ഇങ്ങനെ ചുറ്റി പൊതിഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ഒത്തിരി തൈകളുണ്ട് കേട്ടോ പുതുതായിട്ട് നടാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ എന്തായാലും ഇതൊന്നും മാറ്റുന്നില്ല. നമുക്കിത് ഇതേപോലെ തന്നെ നട്ടുകൊടുക്കാം. കാരണം അത്യാവശ്യം വലിയൊരു പോട്ടിലേക്കാണ് നമ്മളത് മാറ്റുന്നത്. ഇതിലും നമുക്കൊന്ന് ഡാമേജ് ആയിട്ടുള്ള ലീഫൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഇങ്ങനെ സൈഡിൽ കൂടെ ഒക്കെ ചെറുതായിട്ടൊക്കെ ഉണങ്ങിയതുപോലത്തെയൊക്കെ കഴിഞ്ഞതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിനൊക്കെ ആയാലും നമുക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമായിട്ട്. ഈ ഒരു പ്ലാന്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ വെള്ളം കൊടുത്താൽ മതി. പിന്നെ ഇതിനൊക്കെ വേണ്ടത് അത്യാവശ്യം സൺലൈറ്റ് കിട്ടേണ്ട ഒരു പ്ലാന്റ് ആട്ടോ നമ്മുടെ കയ്യിലിപ്പുള്ള ഒരു പ്ലാന്റ്. അപ്പോൾ സൈഡിൽ കൂടെ ഒക്കെ ഇട്ടിട്ട് അത്യാവശ്യം നന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് ഒന്ന് മാറ്റി സെറ്റാക്കി എടുക്കട്ടെ. സൈഡിൽ കൂടെ ഉള്ളതൊക്കെ നമ്മളിതാ വെട്ടി കൊടുത്തിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഇടയിലുള്ളതൊക്കെ നമുക്ക് ഇതേപോലെ അങ്ങനെ വലിച്ചെടുക്കുമ്പോഴത്തേനും ഉണങ്ങിയതൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ കയ്യിലേക്ക് നന്നായിട്ട് പോരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ കൈ വെച്ചിട്ട് തന്നെ എടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പച്ചപ്പുള്ളതും കൂടി ചിലപ്പോൾ കട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ പ്ലാന്റ് നമ്മൾ നന്നായിട്ട് സേഫായിട്ട് കട്ട് ചെയ്ത് എല്ലാം ഒന്ന് മാറ്റിയതാണ്
അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നടാൻ ആവശ്യമായിട്ടുള്ള പോട്ടി മിക്സർ വേറൊരു പോട്ടിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് നമ്മുടെ പോട്ടിലേക്ക് മാറ്റാം. ഇത് നമ്മളിതാ സെയിം വലിപ്പമുള്ള ഈ ഒരു പോട്ടിലേക്ക് തന്നെ ആട്ടോ എടുക്കുന്നത്. നമ്മൾ കാൽ ഭാഗത്തോളം മോട്ടി മിക്സറൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നന്നായിട്ട് ഞാൻ വേരുകൾ കൊണ്ട് ഇങ്ങനെ ചുറ്റപ്പെട്ടത് കൊണ്ട് ഇതിനെങ്ങനെ പൊട്ടിച്ചിട്ട് സെപ്പറേറ്റ് ആക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. എന്നാലും ഇത് സെപ്പറേറ്റ് ആക്കിയാലല്ലേ ഇതിന് ഒരു ഗുണം കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതാ ഈ ഒരു കട്ടയൊക്കെ ഒന്ന് പൊടിച്ച് മാറ്റി നമ്മളിതിനെ ചെറിയ ചെറിയ പ്ലാന്റായിട്ട് ഇതാ ഈ ഒരു പോട്ടിലേക്ക് നട്ടു കൊടുക്കാൻ വേണ്ടി പോവുകയാണേ. പിന്നെ വേരുകളുടെ സംരക്ഷണ വലയത്തിൽ അകപ്പെട്ടതുകൊണ്ട് തന്നെ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് അത്രയും ഇങ്ങനെ ഹാർഡായിട്ട് ഇരിക്കുവാണല്ലോ, കട്ടി ഇങ്ങനെ ചുറ്റി വലിഞ്ഞ്. അതുകൊണ്ട് തന്നെ ഇതാ കുറച്ച് കഷ്ടപ്പെട്ടിട്ടായാലും നമ്മളതിനെ സേഫായിട്ട് തന്നെ ഇതാ ഈ ഒരു പോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ ആ ഒരു പ്ലാന്റും അതേപോലെ നമ്മുടെ ആന്തൂറി നമ്മൾ നേരത്തെ തന്നെ 2 പോട്ടിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ നമുക്ക് ഒരു പോട്ടിലും കൂടി നടാൻ ആവശ്യമായിട്ടുള്ള പോട്ടി മിക്സ് ഇതിന് ബാലൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാനിതാ നമുക്ക് കുറച്ച് ആന്തൂറി ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഈ പ്ലാന്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പോട്ടി മിക്സർ അത്യാവശ്യം ബാലൻസ് ഉള്ളതുകൊണ്ട് ഇതാ വേറൊരു ആന്തൂരിയും കൂടി എടുത്തിരിക്കണം. അപ്പോൾ ഇതും ഒരുപാട് കാലപ്പഴക്കമുള്ള ആന്തൂരിയം തന്നെ. നോക്കി ചകിരിച്ചോറൊക്കെ നന്നായിട്ട് ഞാൻ ചകിരിച്ചോറുള്ള ഒരു സംഭവങ്ങളൊക്കെ നന്നായിട്ട് വലിച്ചെടുത്ത് ചകിരിച്ചോറിൻ്റെ തന്നെ കളറൊക്കെ മാറി നോക്കി കയ്യിലെടുക്കുമ്പോഴത്തേന് ചകിരിച്ചോറൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് വരുന്നുണ്ട്. ഒരു ചകിരിയായിട്ട് തന്നെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. നല്ല വെയിലൊക്കെയുള്ള ടൈമിൽ ഡയറക്റ്റ് ഇതിൻ്റെ സൈഡുകളിലൊക്കെ നന്നായിട്ട് സൺലൈറ്റ് അടിക്കാതിരിക്കാൻ വേണ്ടി സൈഡിൽ കൂടെ ഒക്കെ ഫുള്ള് ഇതേപോലെ ചകിരിച്ചോറ് വെച്ച് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ചകിരിയും ഇട്ട് കൊടുത്തിട്ടുണ്ടാവും ഇതേപോലെ തന്നെ. അപ്പോൾ എന്തായാലും അതൊക്കെ ഞാൻ അപ്പോൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു ചകിരിയൊക്കെ ഇങ്ങനെ കൈ വെക്കുമ്പോഴത്തേക്ക് നൈസായിട്ട് പൊടിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു നമ്മുടെ ആന്തൂർ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ എപ്പോഴും നമ്മൾ വെച്ച് കൊടുക്കരുത് കേട്ടോ. കാരണം ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നാശമായി പോകാനും ഉണങ്ങി പോകാനും ചാൻസ് കൂടുതലാണ് നമ്മുടെ ഈ ഒരു ആന്തൂരത്തിൻ്റെ ഒരു പ്ലാന്റ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്നാൽ ഒത്തിരി അങ്ങനെ ഇരുട്ടുള്ള സ്ഥലങ്ങളിലും കൊണ്ടുവയ്ക്കരുത്. അപ്പോൾ ഇതിന് നമുക്കങ്ങനെ ഒരുപാടൊന്നുമില്ല കേട്ടോ കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ട്. ഇതിന് നമ്മൾ ഒരുപാട് പ്ലാന്റൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്താണ്. എന്നാലും ചെറുതായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിതാ ഒന്ന് നീക്കി നല്ല അടിപൊളിയായിട്ട് മാറ്റാം. നമുക്ക് ഇതാട്ടോ ഇതിൻ്റെ ഒരു ചെടിയുടെ ഒരു താഴ്ഭാഗം വരുന്നത്, ഇവിടെ നടയൊരു ഒരു ചൂട് വരുന്നത്. ഇതിൽ നിന്നാണ് നമുക്ക് ഒരുപാട് പ്ലാന്റൊക്കെ ഉണ്ടായിതാ ഇതിപ്പോൾ ഈ ഒരു ലെവലിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് പോട്ടി മിക്സർ, അതായത് നമ്മുടെ മണ്ണ് മീൻസ് നമ്മുടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പോട്ടി മിക്സർ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്ത് നമുക്കിതിനെ ഈ ഒരു ബോട്ടിലേക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ എന്തായാലും അതുകൊണ്ടൊന്ന് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തെടുക്കട്ടെ. അതിന് ശേഷം കാണാം. ഇത് നമുക്കങ്ങനെ ഒരുപാടൊന്നും കട്ട് ചെയ്ത് മാറ്റാനില്ല കേട്ടോ. ഇത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കാരണം ഇതെന്ന് പറയുമ്പോൾ പൂവ് ഓൾറെഡി നേരത്തെ ഉണ്ടായി പോയതിന് ശേഷം അങ്ങനെ നിൽക്കുന്ന ഒരു തണ്ടാട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ പോട്ടി മിക്സറിൽ ഇട്ടതിന് ശേഷം അതിന് പോട്ടിലേക്ക് നട്ടു കൊടുക്കട്ടെ. ഒരു പ്ലാന്റ് ഉണ്ട് നമ്മുടെ ആന്തൂരത്തിൻ്റെ എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് നന്നായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് ഈ ഒരു ലെവലിൽ നമ്മൾ പോട്ടി മിക്സറൊക്കെ സെറ്റ് ചെയ്തിട്ട് നന്നായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ ആ ഒറ്റ പ്ലാന്റ് വെച്ചിട്ട് നമുക്ക് ഒത്തിരി പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു മാനേജ്മെൻറ്റും കാര്യങ്ങളും എപ്പോഴും പ്രോപ്പർ ആകാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ചെറിയൊരു ഷെയ്ഡുള്ള ഏരിയയാണ് എപ്പോഴും നമ്മുടെ ഒരു ആന്തൂര്യത്തിൻ്റെ പ്ലാന്റ്സൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടി നല്ലത്. പിന്നെ ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ കാണാത്ത കൂട്ടുകാരാണെങ്കിൽ ജസ്റ്റ് എന്തായാലും ആ ഒരു വീഡിയോ കൂടി മസ്റ്റായിട്ട് കാണണേ. നമുക്ക് പ്രോപ്പറായിട്ട് ആന്തൂരത്തിൻ്റെ പ്ലാന്റ്സിൽ തന്നെ ഫോക്കസ് ചെയ്യുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 രീതിയിലൂടെ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല ഗ്രോത്തൊക്കെ വന്ന് ഒരുപാട് പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ നമുക്ക് ആന്തൂരത്തിൻ്റെ പ്ലാന്റ്സ് നമുക്ക് 2 മെത്തേഡിലൂടെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിലെ ഒരു മെത്തേഡാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ അടിയിൽ ഫുള്ള് ചകിരിച്ചോറും അതേപോലെ തന്നെ വലിയ മണൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്തൊരു ഡീറ്റെയിൽ വീഡിയോ വരുന്നത്. പൂക്കളും ചെടിയൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു വീഡിയോ യൂസ്ഫുൾ. ഇന്നത്തെ പരിപാടി നല്ല അടിപൊളിയായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ നമ്മുടെ കഴിഞ്ഞ് എത്ര കാലപ്പഴക്കമുള്ള ഏതൊരു പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കൊടുക്കേണ്ട പരിസരങ്ങൾ ഒരു കറക്റ്റ് ടൈമിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് അതിനെ വീണ്ടും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെ ഒരുപാട് കാലപ്പഴക്കമുള്ള ചെടികൾ തന്നെയായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മദർ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് പ്ലാന്റ്സ് പുതിയതായിട്ട് ഉൽപ്പാദിപ്പിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും നമ്മൾ ഇതിന് വേണ്ട പരിചരണം നമ്മൾ കറക്റ്റ് ടൈമിൽ കൊടുത്തുകൊണ്ട് തന്നെ ഇനി നമുക്ക് ഒരുപാട് നാൾ വീണ്ടും ഇതിനെ നമുക്ക് ഹെൽത്തി ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും നമ്മൾ വെള്ളമൊക്കെ ചെയ്ത് കൊടുത്തിരുന്നത്. പിന്നെ ഇതിന് വേണ്ട വളവും അതുപോലെ തന്നെ ബാക്കിയുള്ള മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ എന്നാൽ ഞാൻ വരുന്ന വീഡിയോസുകൾ ഉൾപ്പെടുത്താം. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നമ്മുടെ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുമ്പോൾ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സുഖമായിട്ട് നമ്മുടെ ചാനൽ ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊക്കെ കയറി കണ്ടതിന് ശേഷം വീഡിയോസ് എനിക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അതുപോലെ തന്നെ
ഈ ഒരു 3-4 പ്ലാന്റ്സ് കൂടി നമുക്ക് ഇതേപോലെ റീപാൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു സീരിയുടെ സൗണ്ട് നമുക്ക് തുടക്കം മുതൽ ഈ ഒരു നിമിഷം വരുന്നുണ്ട്. നല്ല സൗണ്ട് ഇങ്ങനെ കൂടി വരുവാണ്. അപ്പോൾ സമയം ഇങ്ങനെ പോകുന്നതോറും ഇന്നെന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും നേരമായിട്ട് ഒരു വെയിലും ഇല്ലടോ, ഒരു മൂടി ഒരു ക്ലൈമറ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ചെടികളൊക്കെ നന്നായിട്ട് തന്നെ നമ്മൾ ഉഷാറായിട്ട് വെച്ചിട്ടില്ല. അതേപോലെ തന്നെ നന്നായിട്ട് വെള്ളം കൂടി കൊടുത്തിട്ട് നമുക്കൊരു 2 ദിവസം നമുക്ക് ഒരു കുറച്ച് ഷെയ്ഡുള്ളൊരു സ്ഥലത്തേക്ക് മാറ്റേണ്ടോ. കാരണം ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ നമ്മൾ വെച്ച് കൊടുക്കരുത്. കാരണം ഒന്നുകൂടി ഒന്ന് സെറ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും. ഇവിടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ. അപ്പോൾ നല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നല്ല നെക്സ്റ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ.